ഹലോ, ഇന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിലെ, അതായത് നമ്മൾ പഠിച്ചില്ലേ, 1-1 ഫങ്ഷൻ, on-to ഫങ്ഷൻ ഒക്കെ പഠിച്ചില്ലേ. അതിലെ ഏതാനും പ്രോബ്ലംസാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം എടുത്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യുന്നു നോക്കാം. ഒരു ചെറിയ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം തന്നെ എടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1-2 എന്നുള്ള ഇതിൽ എക്സസൈസ് 1-2 അതിൽ 6ാമത്തെ പ്രോബ്ലം ആദ്യം ടെസ്റ്റിന് വേണ്ടി ചെയ്തു നോക്കുക. സിമ്പിൾ പ്രോബ്ലമാണ്, അതുകൊണ്ട് ടെസ്റ്റിന് വേണ്ടി ചെയ്തു നോക്കാൻ വന്നത്. 6ാമത്തെ പ്രോബ്ലം ഞാൻ വായിക്കാം. ലെറ്റ് എ ഈക്വൽസ് ടു സെറ്റ് 1, 2, 3, ബി ഈക്വൽ ടു സെറ്റ് 4, 5, 6, 7 and let f equal to set of ordered pair 1, 4, 2, 5, 3, 6 be a function from a to b, show that f is 1, 1. ആ പ്രോബ്ലം ഒന്നുകൂടെ വായിക്കാം. 6ാമത്തെ പ്രോബ്ലം 1, 2 എക്സസൈസിലെ ലെറ്റ് എ ഇത്, ബി ഇത്, 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ് എഫ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് റോസ്റ്റർ മെത്തേഡിൽ തന്നിട്ടുണ്ട്. നമുക്ക് സെറ്റ് 3 അംഗങ്ങളുടെ 1, 2, 3 ഓർഡർ പേരിൽ സെറ്റ് തന്നിട്ടുണ്ട്. ബി എ ഫങ്ഷൻ, ഇതൊരു ഫങ്ഷൻ ആണെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലെത്ത, എ എന്നുള്ള സെറ്റ് ബി എന്നുള്ള സെറ്റിലേക്കുള്ള ഒരു ഫങ്ഷൻ ആണെങ്കിൽ ഷോ ദാറ്റ് എഫ് ഈസ് 1, 1 ആണെന്ന് തെളിയിക്കണം. എഫ് എന്നുള്ള ഫങ്ഷൻ 1, ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പ്രോബ്ലമാണ്. നമുക്ക് ഈ സെറ്റുകളൊക്കെ നോക്കൂ. എ എന്നുള്ള സെറ്റ് വരച്ചു, എ എന്ന് എഴുതി. അത് സെറ്റിൻ്റെ ഒരു സെറ്റ് ഇങ്ങനെ ഒരു വൃത്തത്തിലാണ് ആരോ ഡയഗ്രത്തിൽ ചെയ്യാം. അത് വരച്ചു. 1, 2, 3 എന്ന് എഴുതി. ബി എന്നുള്ള സെറ്റ് വരച്ചു. 4, 5, 6, 7 എന്ന് എഴുതി. എന്നിട്ട് ആരോ മാർക്ക് കിട്ടും. എല്ലാ ഓർഡർ പേഴ്സിനും ഈക്വലൻ്റ് ആരോ മാർക്ക്. 1, 4 എന്നുള്ള ആരോ മാർക്ക് 1 നിന്നും തുടങ്ങി 4 അവസാനിക്കുന്നു. 2, 5 എന്നുള്ള ആരോ മാർക്ക് 2 നിന്നും തുടങ്ങി 5 അവസാനിക്കുന്നു. 3, 6 എന്നുള്ള ആരോ മാർക്ക് 3 നിന്നും തുടങ്ങി 6 അവസാനിക്കുന്നു. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് കണ്ട ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും 1, 1 ആണെന്ന്. കാരണം നോക്കൂ, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന്, ഓരോ വെവ്വേറെ എലമെൻറ്റ്സിന് വെവ്വേറെ ഇമേജസ് ഉണ്ട്. ഇമേജസ് ഇതിൽ നിന്ന് ഇവിടേക്ക് തന്നെ 2 വന്നതെന്ന് വെച്ചാൽ ഇത് വെവ്വേറെ ആകുന്നതായിരുന്നു. വെവ്വേറെ എലമെൻറ്റ്സിന് വെവ്വേറെ എന്തുണ്ട്, ഇമേജസ് ഉണ്ട്. അപ്പോൾ ഈ ബിയിൽ ഇമേജസ് ഉണ്ട് നടത്തും. അപ്പോൾ എന്താ പറഞ്ഞത്, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ എയിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് തന്നെ ഇവിടെ ഉണ്ട്, ബിയിലുണ്ട്. അത് നമുക്ക് ഒറ്റ നോട്ടത്തേനും മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ഒറ്റ പറയാം 1, 1 ആണെന്ന് തെളിയിക്കൊണ്ട് ഷോ ദാറ്റ് എഫ് ഈസ് 1, 1. അതിൻ്റെ നിയമം എന്താണെന്ന് നമുക്കറിയാം. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. 1, 1 എന്ന് എഴുതി ആൻസറിൽ 1, 1 ഒരു ഹെഡിങ് പോലെ എഴുതി. എന്നിട്ട് പറഞ്ഞു ദ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എയിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ സെറ്റ് ബി. ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട് എവിടെ, സെറ്റ് ബിയിൽ. ദ ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അത് കാണാൻ ആർക്കും സംശയമില്ല. സോ എഫ് ഈസ് 1, 1. ആ പ്രോബ്ലം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയൊന്നും അവരെ ചോദ്യം ചോദിക്കുക. ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്. ഇത് ആരോ മാർക്ക് ഇട്ടിട്ട് നമുക്ക് ആരോ ഡയഗ്രത്തിൽ വരച്ച് കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കുക. ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഇത് പ്രോബ്ലം കഴിഞ്ഞു കേട്ടോ. ഇവിടെ പ്രോബ്ലം കഴിഞ്ഞു, ചെറിയൊരു പ്രോബ്ലമാണ്. എന്തൊക്കെയാണ് മനസ്സിലായാൽ നോക്കൂ. ദിസ് പ്രോബ്ലം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് എൻ ആരോ ഡയഗ്രാം. ഈ പ്രോബ്ലം നമുക്ക് ഒരു ആരോ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, സൂചിപ്പിക്കാൻ പറ്റും, അവതരിപ്പിക്കാൻ പറ്റും. എല്ലാ പ്രോബ്ലങ്ങളും അങ്ങനെ പറ്റില്ല. ഈ പ്രത്യേക പ്രോബ്ലം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് നമുക്ക് ആരോ മാർക്ക്. അപ്പം എന്തായാലും കാരണം ആരോ മാർക്ക് ആരോ ഡയഗ്രത്തിൽ അവതരിപ്പിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ദ സെറ്റ്സ് എ ആൻഡ് ബി ആർ ഫിനിറ്റ്. എയും ബിയും ഫിനിറ്റ് സെറ്റ്സ് ആണ്. കൃത്യമായ അംഗങ്ങളുണ്ട്. നമുക്ക് ബോർഡിൽ എഴുതി കാണിക്കാവുന്ന അംഗങ്ങളേ ഉള്ളൂ.
അതുകൊണ്ട് കൃത്യമായി കാണിക്കാം. മനസ്സിലായോ? പക്ഷെ ഫിനിറ്റായ സെറ്റുകളായിരിക്കില്ല തരിക നമുക്ക്. അപ്പോൾ അതിൻ്റെ രീതികൾ മാറ്റേണ്ടതുണ്ട്. ഇതേപോലെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ പ്രോബ്ലംസ് അങ്ങനെ ഫിനിറ്റ് സെറ്റ് എന്നൊരു വൃത്തം വരച്ചിട്ട് ആരോ ഡയഗ്രം ഇട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രോബ്ലം തന്നെ നമുക്ക് ഓൺ ടു അല്ലാന്ന് തെളിയിക്കാം. ഓൺ ടു ആണെന്ന് വെച്ചാൽ എന്താ ആവശ്യം? ഓൺ ടു ആണെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം. ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം. ഞാനത് പറഞ്ഞില്ല, ആ ക്വസ്റ്റ്യനിൽ അതില്ല. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇതിൽ പ്രീ ഇമേജ് ഉണ്ടാവണം എന്നാണ് നിയമം. 7 എന്നുള്ള അംഗത്തിന് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല എന്ന് പറയാം. നമുക്ക് ക്ലീൻ ആയിട്ട് പറയാം, ഓൺ ടു അല്ല ഇൻ ടു ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന വെച്ചാൽ ഫിനിറ്റ് ആയിരിക്കണം, ആരോ ഡയഗ്രത്തിൽ സൂചിപ്പിക്കാൻ പറ്റണം. എന്നാൽ വളരെ എളുപ്പം പറയാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അല്ല, ഫിനിറ്റ് സെറ്റ്സ് ആയിട്ട് തരില്ല. നോക്കൂ, we can easily find that distinct elements in set A have distinct images in B. നമുക്ക് എളുപ്പം കാണാം എന്ത്, we can easily find, ഇത് നോക്കിയാൽ പറയാൻ പറ്റും, distinct elements in set A have distinct elements in B എന്ന് എളുപ്പം പറയാൻ പറ്റും നമുക്ക്, ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല പ്രോബ്ലംസ് തരാം. ഇങ്ങനത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ചോദ്യം ആൻസർ. അതിലൊരു പ്രോബ്ലറ്റേ ഉള്ളൂ ആ എക്സസൈസിൽ, 1, 2 എന്നുള്ള എക്സസൈസിൽ 6ാമത്തെ പ്രോബ്ലം. പിന്നെ ഓർഡറൊക്കെ തെറ്റിച്ച് ഞാൻ പറഞ്ഞത് ഏതായാലും നമ്പർ പ്രോബ്ലം എന്താണ്, ഇത് വളരെ സിമ്പിളാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് പ്രോബ്ലം വരിക? ഇപ്പോൾ ഒരു പ്രോബ്ലം ഞാൻ ഉദാഹരണമായിട്ട് വേറെ രീതിയിൽ എങ്ങനെയൊക്കെ ചോദിക്കാം, അതൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട് അടിയിൽ. എക്സസൈസ് 1, 2 ഇതേ എക്സസൈസിന് രണ്ടാമത്തെ പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലം ഉണ്ടായില്ലേ. അതിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി, പരിശോധിക്കുക. ചെക്ക്, പരിശോധിക്കുക. എന്ത് പരിശോധിക്കണം? ഇൻജക്റ്റിവിറ്റി. ഇൻജക്റ്റീവ് ആണോ? ഇൻജക്റ്റീവ് ആണെന്ന് വെച്ചാൽ 1, 1 ആവണം. 1, 1 എന്നുള്ളതിന് മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് എന്ന്. ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാ ഫംഗ്ഷൻ? ഓൺ ടു ഫംഗ്ഷനാണ് സബ്ജക്റ്റീവ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണ്, ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1, 1 ആണ്. അപ്പോൾ അതാ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. 1, 1 ആണോ ഓൺ ടു ആണോ എന്ന് പരിശോധിക്കേണ്ടതെന്ന് അർത്ഥം. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏതാനും ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കണക്ക്, ഒന്നാമത്തെ പ്രോബ്ലം, എഫ് ഫ്രം എൻ ടു എൻ. എഫ് എന്ന് പറയുന്നത് എൻ എന്ന സെറ്റിൽ നിന്ന് എൻ എന്നുള്ള സെറ്റിലേക്കാണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. 1, 2, 3 അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നു. കുറേ നമ്പേഴ്സ് ഉണ്ടായില്ല, അത് നമുക്ക് ഇതിൽ സൂചിപ്പിക്കാൻ പറ്റില്ല, ഇതിൽ സൂചിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെന്താ പറഞ്ഞത്? ഗിവൺ ബൈ, ഇങ്ങനെ തരൂ. ആ സെറ്റായിട്ടൊന്ന് എഴുതി തരില്ല. എന്താ പറയുക, ശരിക്കും എന്ത് ഫോമാ പറയുക, അത് ആ ഫോമിന് എന്താ പറയുക, സെറ്റ് ബിൽഡർ ഫോമിൽ ആരോ മാർക്കൊക്കെ മറ്റേ സെറ്റിൻ്റെ ചിഹ്നമൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൃത്യമായി എഴുതി തരുമെന്നില്ല. ആ റിലേഷൻ, ആ ഒരു ഫങ്ഷൻ്റെ ബന്ധം മാത്രമേ തരൂ. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². ഇതാണ് ബന്ധം. എഫ് ഓഫ് എക്സ് എന്താ ബന്ധം? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് കാണുന്നത്? x² ആണ്, എക്സിൻ്റെ സ്ക്വയറാണ്. ഇതേ തരും, ഇങ്ങനെ പ്രോബ്ലം തരും. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യണമെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരുന്ന അർത്ഥം. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ആരോ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്കൊരു വർക്കിംഗ് റൂളുണ്ട്. ആ വർക്കിംഗ് റൂളാണ് ഞാൻ അടുത്ത ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വർക്കിംഗ് റൂള് ഞാൻ എഴുതാം. പിന്നെ ആ വർക്കിംഗ് റൂള്, ഈ വർക്കിംഗ് റൂള് കിട്ടിയത് എന്താ വെച്ചാൽ നമ്മൾ ഈ മറ്റേ ഓൺ ടു ഫംഗ്ഷൻ്റെയും 1, 1 ഫംഗ്ഷൻ്റെയും ഡെഫിനിഷൻ പഠിച്ചപ്പോൾ അതിന് സെക്കൻഡ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആ ഡെഫിനിഷൻ തന്നെ ദാറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ദാറ്റീസ് എന്ന് പറഞ്ഞ ഭാഗം വേണമെങ്കിൽ ആ വീഡിയോ നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനു മുമ്പത്തെ വീഡിയോ. അതായത് ദാറ്റീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യത്തിൽ നിന്നാണ് എന്തെടുക്കുന്നത്, ഇത്തരം പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ എടുക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ ആ ടെക്നിക്ക് ഞാൻ ഒരു വർക്കിംഗ് റൂളായിട്ട് അവതരിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആ ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ വർക്കിംഗ് റൂള് പറയാം. വർക്കിംഗ് റൂൾ എന്താണ്? വർക്കിംഗ് റൂള് ഞാൻ ഈ ഒരു കളത്തിലിട്ടിരിക്കുന്ന വർക്കിംഗ് റൂളാണ്. ഈ വർക്കിംഗ് റൂൾ ഞാൻ ഈ പ്രോബ്ലത്തിൽ ഉടനീളം ഈ വർക്കിംഗ് റൂളോടെ കടന്നോട്ടെ.
നമുക്ക് ആ വർക്കിംഗ് റൂൾ ഒന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും വർക്കിംഗ് റൂൾ നമുക്ക് പരിചയപ്പെടാം. 1-1 ഫംഗ്ഷൻ്റെ വർക്കിംഗ് റൂൾ നോക്കുക. 1-1 ഫംഗ്ഷൻ അതിൻ്റെ വർക്കിംഗ് റൂൾ എന്താണെന്ന് നോക്കുക. ഒരു റൂളുണ്ട്. ആ റൂളിൽ സെക്കൻഡ് മറ്റേ ഡെഫിനേഷനിൽ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന്, ദാറ്റ് ഈസ് എന്നുള്ള ഭാഗത്തു നിന്നാണ് ഇത് എടുക്കുന്നതെന്ന് അർത്ഥം. ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഇൻ എ. റാൻഡമായിട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള സെറ്റാണെന്ന് വിചാരിക്കാം. എയിൽ നിന്ന് വെറുതെ 2 എലമെൻറ്റ്സിനെ എടുക്കുക. ആർബിട്രറി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ 2 എലമെൻറ്റ്സിനെ എടുക്കുക. ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമായിട്ട് എടുക്കുക, ഏതെങ്കിലും 2 എടുക്കുക എന്നർത്ഥം. എവിടുന്ന്? എ എന്നുള്ള സെറ്റിൽ നിന്ന്. ആദ്യത്തെ സെറ്റിൽ നിന്ന് അർത്ഥം. ആദ്യത്തെ സെറ്റ്, രണ്ടാമത്തെ സെറ്റ്, ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ആയിരിക്കുമല്ലോ ഫംഗ്ഷൻ. ആദ്യത്തെ സെറ്റിൽ നിന്ന് എയിൽ നിന്ന് ഏതാണ് എലമെൻറ്റ്സ്? x1 x2 ആവട്ടെ. എയിൽ നിന്ന് എടുക്കുന്ന എലമെൻറ്റ്സ് x1 x2 ആകട്ടെ. എടുത്തതിന് ശേഷം ആൻഡ് ഫൈൻഡ് f of x1 and f of x2. f of x1 f of x2 തരാം, കാണാം. നമ്മൾ ഇതെടുത്തിട്ട് f of x1 f of x2 കാണാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ കാണാമെന്ന്. കണ്ടതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യാം? ലെറ്റ് f of x1 ഈക്വൽ ടു f of x2. രണ്ടും ഈക്വലും ആണെന്ന് നമ്മൾ ഒരു കണ്ടീഷൻ വയ്ക്കുക. രണ്ടും ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. f of x1 ഈക്വൽ ടു f of x1 എന്നിരിക്കട്ടെ, കോമ ഷോ ദാറ്റ് x1 ഈക്വൽ ടു x2. അങ്ങനെയാണെങ്കിൽ x1 x2 ഈക്വൽ ആകുമെന്ന് തെളിയിക്കുക. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇത് തെളിഞ്ഞാൽ എന്തായി? ആ ഫംഗ്ഷൻ 1-1 ആയി. പിന്നെ ഓൺ ടുവിൻ്റെ നിയമം ഉണ്ട്. ഓൺ ടു വരുമ്പോൾ നമുക്ക് നിയമം ചർച്ച ചെയ്യാം. നമുക്ക് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്തു നോക്കുക. ഏത്? ഈ 1-1ൻ്റെ ഈ നിയമം ഉപയോഗിച്ചിട്ട് ആദ്യത്തെ പ്രോബ്ലം നമ്മൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ ഇതിലൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ, ആ പ്രോബ്ലം രണ്ടാമത്തെ എക്സസൈസ് 1-2 രണ്ടാമത്തെ പ്രോബ്ലം നോക്കൂ. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഇൻജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1-1 ആണോ നോക്കണം. പിന്നെ സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു ആണോ നോക്കണം. ഇതേ ഉള്ളൂ. ഇത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രോബ്ലം എന്താണ്? എഫ് ഫംഗ്ഷൻ എഫ് ഫ്രം n ടു n, എന്നിൽ നിന്ന് എന്നിലേക്കുള്ളത് ഇൻഫിനിറ്റ് സെറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക ആരോ ഡയഗ്രം ഒന്നും പറ്റില്ല എന്നർത്ഥം. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഫംഗ്ഷൻ്റെ മേജർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എങ്ങനെ എടുക്കാൻ നോക്കൂ നമ്മൾ? സൊല്യൂഷൻ എന്താ എടുക്കേണ്ട? ആദ്യം ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഫ്രം എ. ഇവിടെ ഫ്രം എ എന്ന് പറഞ്ഞാൽ എന്താണത്? ഡൊമെയിനാണത്. ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. ഇത് ഡൊമെയിനും ഇത് കോഡൊമെയിനാണല്ലോ വരിക. ഇത് ഡൊമെയിനും ഇത് കോഡൊമെയിനും. ഇത് ഡൊമെയിൻ എന്നാണ് എടുക്കുന്നത് n. അപ്പോൾ അത് n, ആ എന്നാണ് എ എന്ന് പറയുന്നത്. മനസ്സിലായോ? എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റാണെന്ന് അർത്ഥം. ഇത് ഡൊമെയിനാണ്. അപ്പോൾ എന്താ പറയേണ്ടത് നമ്മൾ? ലെറ്റ് x1 ആൻഡ് x2 എടുത്തു നമ്മൾ. ബിലോങ്സ് ടു n. എന്നിൽ നിന്ന് എടുത്തു. ഈ n എന്ന് എടുത്തതെന്ന് കാണിക്കാൻ ദ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഫ്രം എ എന്ന് പറയുന്നത് ഫ്രം ദ ഡൊമെയിൻ ആണ് അർത്ഥം. അപ്പോൾ ഫ്രം ദ ലെറ്റ് x1 ആൻഡ് x2 എടുത്തു. ബിലോങ്സ് ടു n. എന്നിൽ നിന്ന് n എന്താണ്? ദ ഡൊമെയിൻ ഓഫ് എഫ് ആണെന്ന് വരും. ഡൊമെയിൻ ഓഫ് എഫ് അതിൽ നിന്ന് എടുത്തത് നമ്മൾ x1 x2 ആർബിട്രറി ആയിട്ട് റാൻഡമായി എടുത്തു. ദെൻ എഫ് ഓഫ് x1 കണ്ടു. ഫൈൻഡ് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കാണുക? എഫ് ഓഫ് x1 എന്തായിരിക്കും? എഫ് ഓഫ് എക്സിൻ്റെ നിയമം എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് x1 എന്തായിരിക്കും? എന്താ എടുത്തത്? ആ എടുത്ത സാധനം എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ എടുത്തത്? x1 അല്ലേ എടുത്തത്. അപ്പോൾ x1ൻ്റെ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു x1 സ്ക്വയർ ആവും. മനസ്സിലായോ? ആൻഡ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് x2 എന്ന് പറഞ്ഞത് x2ൻ്റെ സ്ക്വയർ ആവും. അപ്പോൾ അതാ കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് രണ്ട് ഈക്വൽ ആണ് എന്ന്
പരിഗണിച്ചു നമ്മൾ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ഇരിക്കട്ടെ. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഇസ് എഫ് ഓഫ് എക്സ് ടു അത് പറഞ്ഞു. അപ്പോൾ അത് എഴുതി എന്ത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്ത് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ സ്ക്വയർ ആണ്, എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് ടു സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽസ് ടു എഫ് ഓഫ് എക്സ് ടു എന്നത് ഇംപ്ലൈ ചെയ്യുന്നു, ഇംപ്ലൈസ് അർത്ഥമാക്കുന്നു എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ. മനസ്സിലായോ? ഇതാണ്. അപ്പോൾ എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ ഇംപ്ലൈസ് നമുക്ക് എന്താ തെളിയിക്കേണ്ടത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തെളിയിക്കണം. അപ്പോൾ എക്സ് വൺ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ. ഒരു ഇക്വേഷൻ്റെ ഒരു സൈഡ് നമ്മൾ റൂട്ട് കണ്ടിട്ടാണ് എക്സ് വൺ കിട്ടുന്നത്. എക്സ് വൺ സ്ക്വയറിൻ്റെ റൂട്ടാണ് എക്സ് വൺ. അപ്പോൾ ഒരു ഈക്വേഷൻ്റെ ഏതെങ്കിലും ഒരു സൈഡിന് മാത്രമേ റൂട്ട് കാണാൻ പറ്റില്ല. മൊത്തത്തിൽ ഈക്വേഷൻ്റെ റൈറ്റ് സൈഡിനും ലെഫ്റ്റ് സൈഡിനും റൂട്ട് കാണാം. അപ്പോൾ ഈക്വേഷന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഈക്വേഷൻ സോൾവ് ചെയ്യാന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ റൂട്ട് കാണണം. എക്സ് വൺ സ്ക്വയർ എന്ന് എക്സ് വൺ കാണണം വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കാണണം. അപ്പോൾ റൈറ്റിലും റൂട്ട് കാണണ്ടേ? ഇത് നമ്മൾ കണ്ടു. അപ്പോൾ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ അല്ലേ വരിക. ഇവിടെ റൂട്ട് കണ്ടിട്ട് നമുക്ക് എക്സ് വൺ കിട്ടി. എക്സ് ടു എന്തായിരിക്കും റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ അല്ലേ വരിക. അപ്പോൾ അതാ എഴുതി. അതിനർത്ഥം എക്സ് വൺ ഈക്വൽ ടു റൂട്ട് ടു സ്ക്വയർ എന്താ വരിക? രണ്ട് വാല്യൂ ഉണ്ടാവും റൂട്ട് ടു എക്സ് ടു സ്ക്വയർ. ഒരു സംഖ്യയുടെ റൂട്ടിന് രണ്ട് വാല്യൂ ഉണ്ടല്ലോ. അതാ 4 എന്നൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. 4 അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ +2 ആണ് ആൻഡ് ഓർ അല്ലെങ്കിൽ -2 ആണ്. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആവും. അപ്പം റൂട്ടിന് രണ്ട് വാല്യൂ ഉണ്ട്. +2 × +2 4 ആണ്, -2 × -2 4 ആണ്. അപ്പം അങ്ങനെ അപ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പോസിറ്റീവ് എക്സ് വണ്ണും നെഗറ്റീവ് എക്സ് ടുയും പോസിറ്റീവ് എക്സ് ടു ആവും. റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? പോസിറ്റീവ് എക്സ് ടുവും വരും, നെഗറ്റീവ് എക്സ് ടുവും വരും. അത് +or -x2 എന്നർത്ഥം. +or -x2. ദാറ്റ് ഇംപ്ലൈസ് അതായത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു പോസിറ്റീവ് എക്സ് ടു ഓർ എക്സ് വൺ ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ടു. രണ്ടും രീതി വരാം. അപ്പോൾ ഇത് രണ്ടും വരാം. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. പക്ഷെ അതല്ല, എന്ത് വരാം? എക്സ് വൺ ഈക്വൽ ടു നെക്സ്റ്റ് എക്സ് ടുവും വരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പോകും, അയ്യോ ഇത് അല്ലല്ലോ, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു അല്ലോ, ഇത് വരാമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം ഇത് ഇൻജക്റ്റീവ് അല്ല എന്ന് പറയാം, അതായത് 1 അല്ല എന്ന് പറയാം. പക്ഷെ അതല്ല കാര്യം. നോക്കൂ, അടുത്ത സെൻറ്റൻസ് നോക്കൂ. അതായത് ബട്ട് ഇത് എക്സ് വൺ ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ടു എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു എൻ. ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡൊമെയിൻ ഓഫ് എഫ്. ഡൊമെയിനിലില്ല. ഡൊമെയിൻ എന്താണെന്ന് നോക്കൂ. എവിടുന്നാണ് നമ്മൾ എക്സ് വണ്ണും എക്സ് ടു എടുത്തത്? എന്നിന്നാണ് എടുത്തത്. എന്നിന്നല്ല എടുത്തത്. ഈ എന്നിൽ എന്തില്ല? നെഗറ്റീവ് വാല്യൂസ് ഇല്ല. n 1 2 3 എന്നുള്ള സംഖ്യകളാണ്, നാച്ചുറൽ നമ്പറാണ്. നെഗറ്റീവ് സംഖ്യ വരുന്നില്ല. അതായത് ഈ സംഖ്യ, ഏത് സംഖ്യ? നമ്മൾ എക്സ് ടു എന്നുള്ള സംഖ്യ, നെഗറ്റീവ് എക്സ് ടു എന്നുള്ള സാധനം എവിടെ ഇല്ല? എന്നിലില്ല. മനസ്സിലായോ? ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ, ദ ഡൊമൈൻ ഓഫ് എഫ്. അവിടെ നിന്നല്ലേ നമ്മൾ എടുത്ത്, അതവിടെ ഇല്ല. അപ്പം പിന്നെന്താ നിലനിൽക്കുക? ഈ രണ്ട് വിലയുണ്ട്, ശരി തന്നെ. എക്സ് വൺ ഈക്വൽ ടു എക്സ് ടുവുമാണ്, എക്സ് വൺ ഈക്വൽ ടു -x2 ആണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ -x2 എന്നുള്ള വാല്യൂ ഏതിലില്ല? ഇതില്ല. പിന്നെ ഏതാ വാല്യൂ ഉള്ളത്? ബാക്കിയുള്ളത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു അത് നിലനിൽക്കുമല്ലോ. അതുകൊണ്ട് ഈ കണ്ടീഷൻ പറഞ്ഞതിനാൽ, അതായത് ഈ ഡൊമൈനിൽ -x2 എന്നുള്ള വാല്യൂ ഇല്ലാത്തതിനാൽ therefore x1 ഈക്വൽ ടു x2 ആണ്. മനസ്സിലായോ? അപ്പം ഡൊമൈൻ ഒരു ചെക്ക് ചെയ്യണം. ഏത് വാല്യൂ എടുക്കുമ്പോഴും ഏത് സെറ്റിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കി അത് ചെക്ക് ചെയ്യണം. സിൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. സിൻസ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, ഓക്കെ, ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് ഇംപ്ലൈ ചെയ്യുന്നു, അർത്ഥമാക്കുന്നു എഫ് ഈസ് ഇൻജക്റ്റീവ്. അതിനാൽ എഫ് ഇൻജക്റ്റീവ് ആണ് ഓർ 1 ആണ്. അപ്പോൾ 1 ആണ് തെളിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് അത് തെളിയിക്കേണ്ടതെന്ന് അർത്ഥം. നമുക്ക് അടുത്ത
ഓൺ ടു ഫംഗ്ഷൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇനി ഈ പ്രോബ്ലത്തിൽ ഓൺ ടു ആണോ ടെസ്റ്റ് ചെയ്യാം നമുക്ക്. സർജക്റ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. സർജക്റ്റീവ് ആണെന്ന് നോക്കാം. ഈ ഇതൊക്കെ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് മാറ്റിയിട്ടൊന്നുമില്ല, ഇതൊന്നും മാറ്റിയിട്ടില്ല. അതേപോലെ പ്രോബ്ലം എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റിവിറ്റി. ഈ പ്രോബ്ലം പഴയ പ്രോബ്ലം തന്നെ. സബ്ജക്റ്റിവിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റീവ് ആണോ സംശയം. അതിനെന്താ നിയമം പറഞ്ഞിരിക്കുന്നത്? ഓൺ ടു ഫങ്ഷൻസ് ആണെങ്കിൽ, അതായത് ഓൺ ടു ഫങ്ഷൻ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണ് ടെസ്റ്റ് ചെയ്യണം നമ്മൾ. ഓൺ ടു ഫങ്ഷൻസിൻ്റെ വർക്കിംഗ് റൂൾ എന്താണ്? വർക്കിംഗ് റൂൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൺ ടു ഫങ്ഷൻസിൻ്റെ വർക്കിംഗ് റൂൾ എന്ന് നോക്കൂ. ഓൺ ടു ഫങ്ഷൻസ് ടേക്ക് y ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ്. y എന്നൊരു അംഗത്തെ കോഡൊമൈൻ എടുക്കണം. y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ്. എഫിൻ്റെ കോഡൊമൈൻ നിന്നാണ് y എടുക്കേണ്ടത്. അപ്പം ഇതാണ് എഫ്, ഇതാണ് പ്രോബ്ലം. ഇത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. അപ്പം ഇതിൽ നിന്ന് ഈ എന്നിൽ നിന്നാണ് എന്തെടുക്കേണ്ടത്? y എടുക്കേണ്ടത് എന്നർത്ഥം. ടേക്ക് y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ്. ഈ കോഡൊമൈനിൽ നിന്ന് y എന്നുള്ള ഒരു എലമെന്റിനെ എടുക്കുക, y എടുക്കുക. എന്നിട്ട് ഷോ ദാറ്റ് y ഈക്വൽ ടു എഫ് എക്സ്. y ഈക്വൽ ടു എഫ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് സോൾവ് ഫോർ എക്സ്. എന്നിട്ട് എക്സിന് വേണ്ടി സോൾവ് ചെയ്യാതെ അത് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. അടുത്ത ഇതിനെന്ത് ചെയ്യുക? ചെക്ക് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ്. എക്സ് ഡൊമൈനിലുണ്ടോ എന്ന് നോക്കുക. ഒന്നുകൂടെ പറയാം. ടേക്ക് y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ്. കോഡൊമൈനിൽ നിന്ന് എന്തെടുക്കുക? y എന്നുള്ള അംഗത്തെ എടുക്കുക, ഏതെങ്കിലും അംഗത്തെ. ഷോ ദാറ്റ് y ഈക്വൽ ടു എഫ് എക്സ്. y ഈക്വൽ ടു എഫ് എക്സ് എന്ന് തെളിയിക്കുക. അപ്പോൾ എന്ത് വരും? സോൾവ് ഫോർ y. അപ്പോൾ എക്സ് എത്രയെന്ന് കാണാൻ പറ്റും. എക്സ് എത്ര? എക്സ് കാണാൻ പറ്റും. എന്നിട്ട് എക്സ് എന്ത് ചെയ്യുക? എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ആണ് തെളിയിക്കുക. എക്സ് ഇതിലുണ്ടെന്ന് തെളിയിക്കുക. ഇതിലുണ്ടെന്ന് തെളിയിക്കുക. ഇതാണ് ഡൊമൈൻ. അതോടുകൂടി അത് തെളിഞ്ഞാൽ എന്തായി? അത് ഓൺ ടു ആയി, സബ്ജക്റ്റീവായി. പിന്നെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഈ സബ്ജക്റ്റീവിന് മാത്രം ബാധകമായിട്ടുള്ളത്, അതായത് ഓൺ ടുവിന് മാത്രം ബാധകമായിട്ടുള്ള നിയമമുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കൂ. ഇഫ് റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു കോഡൊമൈൻ ഓഫ് എഫ് വന്നു കഴിഞ്ഞാലും ഓൺ ടു ആണ്. ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് വെച്ചാൽ എന്ത് വേണം? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും, ഈക്വൽ സെറ്റ്സ് ആയിരിക്കും എന്നർത്ഥം. റേഞ്ച് ഓഫ് എഫും ഈക്വൽ ടു കോഡൊമൈൻ ഓഫ് എഫ് ആയാലും ദെൻ എഫ് ഈസ് ഓൺ ടു പറയാം. നമ്മൾ ആദ്യത്തെ നിയമം വെച്ച് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഉണ്ട് കോഡൊമൈൻ നോക്കാൻ. ഈ മെത്തേഡ് ഉപയോഗിക്കാം, ഈ മെത്തേഡ് ഉപയോഗിക്കാം. നമുക്ക് നോക്കാം. y ഫ്രം കോഡ് ടേക്ക് y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ്. കോഡൊമൈൻ ഓഫ് ഏതാ? എഫ്. ഇത് ഡൊമൈൻ, ഇത് കോഡൊമൈൻ. ഈ കോഡൊമൈൻ ആയിട്ടുള്ള ഈ എന്നിൽ നിന്നാണ് നമ്മൾ y എടുക്കുന്നത്. അപ്പൊ അതാണ് എഴുതിയത്. ടേക്ക് y ബിലോങ്സ് ടു n. ഈ n ഏതാണ്? കോഡൊമൈൻ ഓഫ് എഫ്. ഈ എന്നാണെന്ന് അർത്ഥം. അതിന് എടുത്തു. എന്താണ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് തെളിയിക്കണം. ദെൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. പക്ഷേ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാവും. മനസ്സിലായോ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതാണ് മെയിൻ ആ റിലേഷൻ, ആ ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാന വാക്യം എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെച്ചാൽ ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആവുമല്ലോ. ഇനി സോൾവ് ചെയ്യാം. എന്തിന്? അപ്പോൾ എക്സ് എന്തായിരിക്കും? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെച്ചാൽ സോൾവ് ഫോർ എക്സ്. എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം. അപ്പോൾ എക്സ് എന്തായിരിക്കും? രണ്ട് ഭാഗത്തും റൂട്ട് കാണാം. എക്സ് കാണാൻ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിന്റെ റൂട്ട് കാണണം. അപ്പോൾ ഇവിടെ മാത്രമേ റൂട്ട് കാണാൻ പറ്റില്ല. ഒരു ഈക്വേഷന് രണ്ട് ഭാഗത്തും റൂട്ട് കാണണം. അപ്പോൾ രണ്ട് ഭാഗത്തും റൂട്ട് കാണണം. അപ്പോൾ എന്ത് വരും? റൂട്ട് വൈ വരും. ഇവിടെ ഇത് എക്സ് പോകും. ഇവിടെ എക്സ് സ്ക്വയർ എക്സ് ആയി മാറും. റൂട്ട് കാണുമ്പോൾ എക്സ് സ്ക്വയർ എക്സ് ആയി മാറും. അപ്പോൾ ഇവിടെ റൂട്ട് കാണുമ്പോൾ റൂട്ട് വൈ ആയി മാറും. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു റൂട്ട് വൈ കിട്ടും. അത് തിരിച്ചു കിട്ടും. ഇതിങ്ങനെ കിട്ടിയതിന് ശേഷം അങ്ങനെ ഇത് സ്റ്റെപ്പ് എഴുതാം. ഇംപ്ലൈസ് റൂട്ട് വൈ രണ്ട് സ്ഥലത്തും സ്ക്വയർ കാണുക ചെയ്യാം.
ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് ചേർക്കാൻ വേണമെങ്കിൽ ഇതും ചേർക്കാം. അപ്പോൾ ഈ റൂട്ട് രണ്ട് ഭാഗത്ത് റൂട്ട് കണ്ടു. അപ്പോൾ ഇവിടെയും റൂട്ട് കണ്ടു, ഇവിടെയും റൂട്ട് കണ്ടു. ഇവിടെ റൂട്ട് കാണുമ്പോൾ റൂട്ട് വൈ ആയി. ഇവിടെ എക്സ് സ്ക്വയർ ആകുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് വൈ കിട്ടി. മനസ്സിലായോ? ഇവരെ തിരിച്ചിട്ടു. എക്സ് അപ്പം ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു റൂട്ട് വൈ അത് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ എന്തൊക്കെ സാധ്യത ഉണ്ട്? റൂട്ടിന് രണ്ട് സാധ്യത ഉണ്ട്. എന്തൊക്കെ? ഒരു ഉദാഹരണം നോക്കൂ. ഏതെങ്കിലും സംഖ്യ, ഏത് സംഖ്യ കൊടുക്കണ്ടേ? റൂട്ട് വൈ ആണ്. വൈ ഏത് സെറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നത്? എൻ എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ നിന്ന് എടുക്കുന്ന വൈ. അപ്പോൾ ഏതെങ്കിലും എണ്ണൽ സംഖ്യകൾ കൊടുക്കാം. എണ്ണൽ സംഖ്യയിലേ കൊടുക്കാവൂ. 1, 2, 3 അങ്ങനെ ഏത് എണ്ണൽ സംഖ്യ കൊടുക്കാം. നമ്മൾ 2 കൊടുത്തു വിചാരിക്കാം. വൈ ഈക്വൽ ടു 2 കൊടുത്തു വിചാരിക്കാം. അപ്പോൾ റൂട്ട് 2 എന്താ വരിക? റൂട്ട് 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും വരും. 4 കൊടുത്തു നോക്കൂ. ലെറ്റ് വൈ ഈക്വൽ ടു 4 കൊടുത്തു വിചാരിക്കും. അതും എണ്ണൽ സംഖ്യ ആണല്ലോ. ആ എണ്ണൽ സംഖ്യ കൊടുക്കണം. ഏതെന്നാ എടുത്ത് വൈ എടുത്തത് എവിടുന്നാ നോക്കണം. ആ ഇതിലത്തെ സംഖ്യയിൽ ഏതെങ്കിലും കൊടുക്കണം. വൈ ഈക്വൽ ടു 4 കൊടുത്തു വിചാരിക്കും. അപ്പോൾ എക്സ് എന്ത് വരും? റൂട്ട് 4. റൂട്ട് 4 ആകുമ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 2 വരും. +2 വരും, -2 വരും. മനസ്സിലായോ? രണ്ട് സാധ്യതകളുണ്ട്. ഏത് വന്നാലും ഇപ്പോൾ വരും ഉറപ്പാണ്. അപ്പോൾ ഒന്ന് റൂട്ട് 2 എന്തായാലും അതിൻ്റെ പ്ലസും വരും മൈനസും വരും. ഈ മൈനസ് സംഖ്യയൊക്കെ എണ്ണൽ സംഖ്യയിലുണ്ടോ? ഇത് എതിലില്ല. എക്സ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓഫ് റൂട്ട് വൈ വരുമല്ലോ. പ്ലസ് ഓഫ് റൂട്ട് 4 വരില്ലേ? മൈനസ് റൂട്ട് 4 വരില്ലേ? പ്ലസ് ഓഫ് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 വരിക. മൈനസ് ഓഫ് റൂട്ട് 4 പറഞ്ഞാൽ -2 വരിക. അല്ല സോറി, മൈനസ് ഓഫ് റൂട്ട് 4 പറഞ്ഞാൽ -2 വരും. അപ്പോൾ രണ്ട് സാധ്യത, പ്ലസും മൈനസും ആയ സാധ്യത ഉണ്ട്. അപ്പോൾ നോക്കൂ, പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ. ഇത് നോക്കിയാൽ മതി. വൈയുടെ സ്ഥാനത്ത് 4. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 4. റൂട്ട് 4 രണ്ട് സാധ്യത ഉണ്ട്. +2 -2. അതിന് ഇങ്ങനെ എഴുതാലോ. പ്ലസ് ഓഫ് റൂട്ട് 4 ഓ മൈനസ് ഓഫ് റൂട്ട് 4 എന്ന് എഴുതി കൂടെ. ഈ പ്ലസ് റൂട്ട് 4ന്റെ റൂട്ട് കണ്ട 2 ആ 2 പ്ലസ് ആയിരിക്കും. മൈനസ് ഉണ്ടല്ലോ, -2 -2 ഗുണിച്ചാലും 4 കിട്ടുക. അപ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ ഏത് എടുക്കാം നമുക്ക്. രണ്ടായാലും എക്സ് ഇങ്ങനെ രണ്ട് സാധ്യതയുണ്ട്. പ്ലസ് ഓഫ് റൂട്ട് വൈയും മൈനസ് ഓഫ് റൂട്ട് വൈയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തല്ല, ഇത് രണ്ടും ഏതിലംഗമല്ല? ഡൊമൈൻ. അത് എന്നിട്ട് നോക്കണം. ഈ എക്സ് ഏതിന് എടുക്കേണ്ടത്? നമ്മൾ ഡൊമൈനിന്ന് എടുക്കേണ്ടത്. ഡൊമൈനിലുണ്ടോ ഈ സംഖ്യ? ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഡൊമൈൻ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ ഡൊമൈൻ? ഇതാണ് ഡൊമൈൻ എൻ. ഈ എന്നിൽ പ്ലസ് ഓഫ് റൂട്ട് വൈ ഉണ്ടോ മൈനസ് ഓഫ് റൂട്ട് വൈ ഉണ്ടോ എന്ന് നോക്കാം. മൈനസ് ഓഫ് റൂട്ട് വൈ എങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല? -2 അതിൽ ഉണ്ടാവില്ല. എണ്ണൽ സംഖ്യ മൈനസ് ആവില്ല, ഒരിക്കലും ആവില്ല. ചിലപ്പോൾ പ്ലസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുണ്ടാവാൻ സാധ്യതയില്ല. വൈ 2 വെച്ചാൽ എങ്ങനെയാലും റൂട്ട് 2 അതിൽ വരില്ല. റൂട്ട് 2 എണ്ണൽ സംഖ്യയല്ല, ഇറാഷണൽ നമ്പറാണ്. നമുക്ക് റൂട്ട് കൃത്യമായി അറിയില്ല. ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ അത് വരില്ല. അത് എണ്ണൽ സംഖ്യയിൽ വരില്ല. അപ്പോൾ അത് ഉറപ്പായിട്ട് അത് വരില്ല. ഈ നെഗറ്റീവ് ഓഫ് റൂട്ട് 2 എങ്ങനെയും വരില്ല. എണ്ണൽ സംഖ്യ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. 4 ചിലപ്പോൾ വന്നേക്കും. ഇപ്പോൾ എക്സ് +2 വരും. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 വരല്ലോ പോസിറ്റീവ്. അപ്പോൾ വന്നേക്കാം. പക്ഷെ അപ്പോഴും നെഗറ്റീവ് വരുന്നുണ്ടല്ലോ. -2 വരില്ല. മനസ്സിലായി? അപ്പോൾ ഏതായാലും എണ്ണൽ സംഖ്യ ആവില്ല. കാരണം എന്താണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ വരും. രണ്ട് സാധ്യതയും. നെഗറ്റീവ് റൂട്ട് വൈ എങ്ങനെയാലും, നെഗറ്റീവ് ഓഫ് റൂട്ട് വൈ എങ്ങനെയാലും എണ്ണൽ സംഖ്യ വരില്ല. അപ്പോൾ കോഡൊമൈനില്ല. അതായത് എക്സ് നോട്ട് ബിലോങ്സ് ടു എൻ. എന്നെ രണ്ടും. അപ്പോൾ ഏതാ എൻ? ഡൊമൈൻ ഓഫ് എഫ്. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതിയാൽ ഡസ് നോട്ട് ബിലോങ് ടു എന്ന് വായിക്കുക. അല്ലെങ്കിൽ നോട്ട് എൻ എലമെന്റ് ഓഫ് എൻ. എൻ എന്നുള്ള എലമെന്റിലെ സെറ്റ് അംഗമല്ല, എലമെന്റ് അല്ല. എന്ത്? എക്സ്. അതിനാൽ അതെന്താണ് എൻ? ഡൊമൈൻ. ഇത് എഴുതുന്ന പറയുന്നത് ഡൊമൈൻ എന്നാണ് വരേണ്ടത്. എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ്. ഇത് നോട്ട് ബിലോങ്സ് ടു ഡൊമൈൻ വരിക അല്ല. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ്. അത് ഓൺ ടു അല്ല. അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. എക്സസൈസ് 1-2 രണ്ടാമത്തെ പ്രോബ്ലം തന്നെ കുറേ സെക്ഷൻസ് ഉണ്ട്. എക്സസൈസ് 1-2 രണ്ടാമത്തെ പ്രോബ്ലമാണ്. ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. അതന്നെ പറഞ്ഞത്. ഇൻജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്.
അത് പ്രോബ്ലം മാറി. പക്ഷേ രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോബ്ലം എഫ് എ ഫംഗ്ഷൻ എഫ് ഫ്രം സെഡ് ടു സെഡ്. അതാണ് വ്യത്യാസം. കഴിഞ്ഞ തവണ എൻ ടു എൻ ആയിരുന്നു. ഇപ്രാവശ്യം എഫ് ഫ്രം സെഡ് ടു സെഡ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൺ. ഇതാ തന്നെ പഴയ തന്നെ ഇത്. പക്ഷേ ഈ സെറ്റുകൾ മാറി. സെറ്റുകൾ മാറുമ്പോൾ റിസൾട്ടും മാറും. നോക്കൂ, സെഡ് ടു സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. അതായത് പോസിറ്റീവ് എണ്ണൽ സംഖ്യകളും വരും, നെഗറ്റീവ് അതിൻ്റെ നെഗറ്റീവും പിന്നെ പൂജ്യവും വരും. എൻ്റെ വെറുതെ കാണിച്ചു ഇങ്ങനെ വരാം. 0, 1, 2 അങ്ങോട്ടും വരും, -1, -2 അതും വരും. അപ്പോൾ എണ്ണൽ സംഖ്യകളും പൂജ്യവും പിന്നെ അതിൻ്റെ കൂടെ എണ്ണൽ സംഖ്യകളുടെ നെഗറ്റീവും വരും എന്നർത്ഥം. മനസ്സിലായി? അപ്പോൾ അതാണ് വരും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഇൻജക്റ്റിവിറ്റിയാണ്. ഇപ്പോൾ 1-1-ൻ്റെ നിയമം ഉപയോഗിച്ചിട്ട് ടേക്ക് 2 ആർബിട്രറി എലമെൻറ്റ്സ് ഇൻ എ. അതായത് ഇതിൻ്റെ ഡൊമെയിനിൽ നിന്ന്. ഡൊമെയിൻ എ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഡൊമെയിനിൽ എഴുതായിരുന്നു, അത് കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ എഴുതിയത് കുഴപ്പമില്ല. ടേക്ക് ആർബിട്രറി എലമെൻറ്റ്സ് x1 ആൻഡ് x2 രണ്ടും എടുക്കണം. x1 x2 എടുത്ത് ഇവിടുന്ന് ഫ്രം ഡൊമെയിൻ. ഏതാണ് ഡൊമെയിൻ? സെഡിൽ നിന്ന് സെഡിലേക്ക് ആയതുകൊണ്ട് ആദ്യത്തെ സെഡാണ് ഡൊമെയിൻ, രണ്ടാമത്തെ സെറ്റ് കോഡൊമെയിനാണ്. ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ആദ്യത്തെ സെറ്റും കോഡൊമെയിൻ രണ്ടാമത്തെ സെറ്റും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഡൊമെയിൻ എടുത്തത്. അപ്പോൾ ഈ ആദ്യത്തെ സെറ്റിനടുത്ത് ഫ്രം ഡൊമെയിൻ സെറ്റ് x1 x2 എടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2. നോക്കൂ, എഫ് ഓഫ് x1 എന്തായിരിക്കും? ദെൻ എഫ് ഓഫ് x1 ഈക്വൽ ടു x1 സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആ മെയിൻ കണ്ടീഷൻ. അപ്പോൾ എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? x1 ഇവിടെ x1 വരുമ്പോൾ x1-ൻ്റെ സ്ക്വയർ ആവും. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ ആയി. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്തായി? x2-ൻ്റെ സ്ക്വയർ ആയി, x2 സ്ക്വയർ ആയി. അത് വന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഫൈൻഡ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2 കഴിഞ്ഞു. ഇനി ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അങ്ങനെയാണ് സങ്കല്പിക്കുക. എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആണ് സങ്കല്പിക്കുക. സങ്കല്പിച്ചു എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ ആണ്. അപ്പോൾ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ സങ്കല്പിച്ചല്ലോ. ഇനി എന്താ തെളിയിക്കേണ്ടത്? x1 ഈക്വൽ ടു x2 തെളിയിക്കണം. നോക്കുകയാണ് നമ്മൾ. x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ വരെ കിട്ടി കഴിഞ്ഞ കണക്കിൽ തന്നെ. അപ്പോൾ ഇംപ്ലൈസ് x1 എന്തായിരിക്കും? രണ്ട് ഭാഗത്തും ഒരു ഇക്വേഷനിൽ രണ്ട് സൈഡും റൂട്ട് കാണണം വേണ്ടേ? അപ്പോൾ ഇവിടെ x1 സ്ക്വയർ റൂട്ട് കാണുമ്പോൾ x1 കിട്ടും. പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. പക്ഷെ എന്തായാലും അത് കിട്ടും. എന്തെങ്കിലും ഒന്ന് കിട്ടും, ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. അപ്പം അതിൻ്റെ x2 സ്ക്വയറും വരുമല്ലോ. അതിലും വരില്ലേ പോസിറ്റീവ് നെഗറ്റീവ്? അപ്പോൾ ഇവിടെ പോസിറ്റീവ് വന്നാലും അവിടെ പോസിറ്റീവ് നെഗറ്റീവും വരും. ഇവിടെ നെഗറ്റീവ് വന്നാലും അവിടെ പോസിറ്റീവ് നെഗറ്റീവ് വരും. രണ്ടിനുണ്ട് സാധ്യത. അപ്പോൾ x1 ഈക്വൽ ടു റൂട്ട് ഓഫ് x2 സ്ക്വയർ. റൂട്ട് ഓഫ് x2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് x2 ആണ്. പ്ലസ് ഓർ മൈനസ് x2 ആണ്. പ്ലസ്സും ആകാം മൈനസും ആകാം. കാരണം ഇപ്പോൾ ഇതിൽ നോക്കൂ, രണ്ട് സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ വരാം. അപ്പം ഇങ്ങനെയൊക്കെ വരാം. ഇംപ്ലൈസ് x1 ഈക്വൽ ടു പ്ലസ് x2 വരാലോ. x1 നെഗറ്റീവ് ആണെച്ചാലും മൈനസ് ആണെച്ചാലും x1 ഈക്വൽ ടു പ്ലസ് x2 വരാം. ഓർ x1 ഈക്വൽ ടു മൈനസ് x2 വരാലോ. രണ്ടും വരാലോ. ഈ രണ്ട് സംഖ്യകൾ എവിടെയുണ്ട്? ഇത് x1 എവിടെ നിന്ന് എടുത്തത്? ഡൊമെയിനിൽ നിന്ന് എടുത്തത്. ഡൊമെയിൻ z ആണ്. ഈ സെഡിൽ എന്തൊക്കെ ഉണ്ട്? പ്ലസ് x2 ഉണ്ട്, മൈനസ് x2 ഉണ്ട്. നോക്കൂ, രണ്ടും z എടുക്കുമ്പോൾ പ്ലസ്സും മൈനസും ഉണ്ടല്ലോ അതിൽ. ഇതാ പ്ലസ് 2, ഉദാഹരണം പ്ലസ് 2 ബിലോങ്സ് ടു n, ഡൊമെയിൻ ഓഫ് അല്ല ബിലോങ്സ് ടു z അല്ലേ? മൈനസ് 2 ബിലോങ്സ് ടു z അല്ലേ? ഈ ഡൊമെയിനിലില്ലേ? ഈ z എന്നുള്ള ഡൊമെയിനിലില്ലേ? z ഉണ്ട്, മൈനസ് z ഉണ്ട്, പ്ലസ് z ഉണ്ട്. അപ്പോൾ അത് രണ്ടും വരാം. അതായത് x1 രണ്ട് വാല്യൂസ് വരും എന്നർത്ഥം. x1 ഈക്വൽ ടു പ്ലസ് x2 വരാം, ഓർ x1 ഈക്വൽ ടു മൈനസ് x2 വരാം. അപ്പോൾ ഇവിടെ x1-ന് രണ്ട് x2 വാല്യൂസ് കിട്ടും. x1 ഈക്വൽ ടു പ്ലസ് x2, x1 ഈക്വൽ ടു മൈനസ് x2 വരും. രണ്ട് വാല്യൂസ് വരും. പ്ലസ് x2 വരും, മൈനസ് x2 വരും.
അങ്ങനെ വരിക. അപ്പോൾ x1 ഈക്വൽ ടു x2 ഉണ്ട്, x1 ഈക്വൽ ടു -x2 ഉണ്ട്. അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് x1 ഈക്വൽ ടു x2 എന്ന് പറയാൻ പറ്റില്ല, രണ്ട് സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ഉള്ളതിനാൽ എന്തല്ല, നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഷോ ദാറ്റ് x1 ഈക്വൽ ടു x2 തെളിയിക്കാൻ പറ്റില്ല. കാരണം x1 ഈക്വൽ ടു +x2 വരാം, -x2 വരാം. അതുകൊണ്ട് ഒറ്റ വാല്യൂ ആയിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, സിൻസ് f of x1 ഈക്വൽ ടു f of x2. ഇത് പറയുമ്പോൾ എന്ത് കിട്ടിയില്ല, x1 ഇത് നമ്മൾ ലെറ്റ് f of x1 ഈക്വൽ ടു f of x2 ആണെങ്കിൽ നമുക്ക് ഇത് സ്ഥാപിക്കാൻ പറ്റിയില്ല. f of x1 ഈക്വൽ ടു f of x2 ആണ്. ഡസ് നോട്ട് ഇംപ്ലൈ ചെയ്യണം എന്ത്, x1 ഈക്വൽ ടു x2 എന്നത് ഇംപ്ലൈ ചെയ്തില്ല. കാരണം x1 രണ്ട് വാല്യൂസ് ഉണ്ട്, അത് രണ്ടും വരാനും സാധ്യതയുണ്ട്. ഈ x1ഉം x2ഉം വരാൻ സാധ്യതയുണ്ടല്ലോ. x2 പോസിറ്റീവ് നെഗറ്റീവ് വരാൻ സാധ്യതയാണ്. x2 എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്, x2 എടുത്തിരിക്കുന്നത് എവിടെ നിന്ന് നോക്കൂ, x1ഉം x2 എടുത്തിരിക്കുന്നത് z എന്നാ, x2 എടുത്തിരിക്കുന്നത് z എന്നാ. അപ്പോൾ x2 രണ്ട് വാല്യൂസ് വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ. കാരണം പോസിറ്റീവ് നെഗറ്റീവ് എവിടെ ഉണ്ട്, സെഡിലുണ്ട്. അപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ബിലോങ്സ് ടു ഇങ്ങനെ എഴുതാം, ബിലോങ്സ് ടു സെഡ് എഴുതാം. അപ്പോഴേ കൃത്യതോ, കാരണം x2 ബിലോങ്സ് ടു സെഡ് ആണ്, സാധ്യതയില്ല. അതുകൊണ്ട് f of x1 ഈക്വൽ ടു f of x2 ഡസ് നോട്ട് ഇംപ്ലൈ x1 ഈക്വൽ ടു x2 നമുക്ക് പറയാം. കാരണം x2 ഏതിലെ അംഗമാണ്, സെഡിലെ അംഗമാണ്. അത് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. അതുകൊണ്ടാണ് ഈക്വൽ ആവാത്തത്, രണ്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഇൻജക്റ്റീവ്. അപ്പോൾ ഇൻജക്റ്റീവ് അല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാം. ഇനി ഇതിൻ്റെ സബ്ജക്റ്റിവിറ്റി കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ ഇതിൻ്റെ സബ്ജക്റ്റിവിറ്റി നോക്കാം. ഇത് ഓൺ ടു ആണോ എന്ന് നോക്കാം. ഓൺ ടു ആണോ എന്ന് നോക്കണമെങ്കിൽ സബ്ജക്റ്റിവിറ്റി ഓൺ ടു പ്രോബ്ലമൊക്കെ അതേപോലെ ഇതിൻ്റെ ആ മറ്റേ വർക്കിംഗ് റൂളൊക്കെ അതേപോലെ ഉണ്ട്, അതൊന്നും മാറ്റി കളഞ്ഞിട്ടില്ല. ആ മറ്റേ ആദ്യം ചെയ്ത കണക്കും ആ മറ്റേ എന്താ പറയുക ഇൻജക്റ്റീവ് എന്ന് ചെയ്തത് മാറ്റി കളഞ്ഞത് മാത്രം, എന്നിട്ട് സബ്ജക്റ്റീവ് എന്നാക്കി. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റിവിറ്റിയുടെ റൂൾ എന്താ, ഓൺ ടു ആക്കാനുള്ള നിയമം എന്താണ്, ടേക്ക് y ബിലോങ്സ് ടു കോഡൊമൈൻ ഓഫ് എഫ്. കോഡൊമൈൻ ഓഫ് എഫിൽ നിന്ന് എന്തെടുക്കണം, y എടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളെടുത്തു ടേക്ക് y ബിലോങ്സ് ടു ഏതാ കോഡൊമൈൻ, കോഡൊമൈൻ ഇവിടെ z ഡൊമൈൻ, ഇത് z കോഡൊമൈൻ, ഡൊമൈൻ കോഡൊമൈൻ, ഡൊമൈൻ കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈൻ എന്ന് എടുക്കേണ്ടത് ഇവിടെ നിന്ന് എടുത്തു, y ബിലോങ്സ് ടു z എടുത്തു നമ്മൾ. ടേക്ക് y ബിലോങ്സ് ടു z. അത് എവിടെ നിന്ന് എടുത്തത്, കോഡൊമൈൻ ഓഫ് എഫ്. ഈ എഫിൻ്റെ കോഡൊമൈൻ എടുത്തു, ആ വാല്യൂ എടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്, ഷോ ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ആ മെയിൻ ഫംഗ്ഷന് മെയിൻ ഒരു വാചകമാണത്. അതെടുത്ത് എഴുതി, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതി. മെയിൻ കണ്ടീഷനാണത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എഴുതി, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, അത് അങ്ങനെ എഴുതി. ഇംപ്ലൈസ് രണ്ട് സ്ഥലത്ത് റൂട്ട് കണ്ടു, എക്സ് എന്താവുമെന്ന് കാണാനാണ് നമുക്ക് എക്സ് കണ്ടെത്തുന്നത്. കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സോൾവ് ഫോർ എക്സ് ആണ്, എക്സിന് വേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സ് കണ്ടെത്തണം. എക്സ് എങ്ങനെ കണ്ടെത്തുക, എക്സ് കണ്ടെത്താൻ എന്ത് ചെയ്യണം, രണ്ട് പുറത്തും റൂട്ട് കാണണം. ഇവിടെ റൂട്ട് കാണണം, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റൂട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ട് സ്ഥലത്ത് റൂട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ റൂട്ട് വൈ ഇങ്ങനെ വന്നു, റൂട്ട് എക്സ് സ്ക്വയർ എന്തായി, എക്സ് ആയി. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ വന്നു, റൂട്ട് വൈ ഈക്വൽ ടു തിരിച്ചിട്ടു, എക്സ് ഈക്വൽ ടു റൂട്ട് വൈ, റൂട്ട് വൈ ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു റൂട്ട് വൈ തിരിച്ചിട്ടു. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ ആയി. അപ്പോൾ എത്ര വാല്യൂസ് വരാം, റൂട്ടിന് രണ്ട് വാല്യൂസ് വരാം, പോസിറ്റീവ് വാല്യൂം വരാം നെഗറ്റീവ് വാല്യൂം വരാം. ഇപ്പോൾ 4 എന്നുള്ള സംഖ്യയ്ക്ക് റൂട്ട് കാണുമ്പോൾ, 4 റൂട്ട് കാണുമ്പോൾ എന്തൊക്കെ വരാം, പോസിറ്റീവ് രണ്ടും വരാം നെഗറ്റീവ് രണ്ടും വരാം. മനസ്സിലായോ? അതായത് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് വരും. ഈ സാധനം എന്തോ ആവട്ടെ, പക്ഷെ അത് പോസിറ്റീവ് ആകും. ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ 2 കിട്ടിയത്, അത് പോസിറ്റീവ് ആയി. റൂട്ട് വൈ ഇവിടെ 2 കിട്ടി, അത് നെഗറ്റീവ് ആയി. ഇപ്പോൾ റൂട്ട് വൈ പല വാല്യൂസ് വരാം, ഈ പ്ലസ്സും വരാം മൈനസും വരാം. അപ്പോൾ റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ പ്ലസ്സും ആകാം മൈനസും ആകാം. അതായത് എക്സ് ഈക്വൽ ടു
പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ, പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ. അതായത് ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓഫ് റൂട്ട് വൈ ഓർ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് വൈ. അങ്ങനെ വരാമല്ലോ. എക്സ് ഈക്വൽ ടു പ്ലസ് ഓഫ് റൂട്ട് വൈയും വരാം, ഓർ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് വൈയും വരാം. ഈ രണ്ട് വാല്യൂസും ഏതിലുണ്ട്? അടുത്ത് നോക്കേണ്ടത് എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ആവണം. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഡൊമെയിൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. ഉണ്ടെങ്കിൽ ഓൺ ടു ആണ്. അത് നോക്കണം. അപ്പോൾ വൈ ഇവിടെ പ്ലസ് വൈ ആണെങ്കിൽ വൈ എവിടെ നിന്നെടുത്ത് നമ്മൾ സെഡിനടുത്ത്. അപ്പോൾ സെഡിനുള്ള ഏതെങ്കിലും വാല്യൂസ് കൊടുക്കുക. വൈ എവിടെ നിന്നെടുത്ത്? സെഡിനടുത്ത്. അപ്പോൾ സെഡിനുള്ള വാല്യൂസ് ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കുക. ഞാൻ അപ്പോൾ 4 എന്നുള്ളൊരു വാല്യൂ കൊടുക്കും. ഉദാഹരണം 4 എന്നുള്ള വാല്യൂ വൈക്ക് വില കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. നമുക്ക് എന്താ കിട്ടിയേ? +2 കിട്ടി, -2 കിട്ടി ഇല്ലേ? പ്ലസ് ഓഫ് റൂട്ട് വൈയും ഉണ്ട്, മൈനസ് റൂട്ട് വൈ ഉണ്ട്. അപ്പോൾ 4 എന്നുള്ള വില വൈക്ക് കൊടുത്താൽ എക്സ് വില എന്തൊക്കെ വരും? +√2 വരും, അല്ല +2 വരും, -2 വരും. 4ൻ്റെ റൂട്ട് 2 റൂട്ട് വരില്ല, +2 -2 വരും. ഓക്കെ, ഈ രണ്ട് വാല്യൂസും എവിടെ ഉണ്ട്? കോഡൊമെയിൻ ഡൊമെയിൻ ഉണ്ടോ നോക്കൂ. ഡൊമെയിനിൽ +2 -2 ഉണ്ടോ? ഡൊമെയിൻ എന്താണ്? Z ആണ്. ഈ സെഡിൽ ഈ വാല്യൂസ് ഉണ്ടല്ലോ, രണ്ടും ഉണ്ടല്ലോ. നെഗറ്റീവ് സംഖ്യകളും വരുമല്ലോ സെഡിൽ. അപ്പോൾ ശരിക്കും എന്തായിരിക്കണം? ഇത് അപ്പം തന്നെ നമുക്ക് തള്ളിവിടാം. ഓ ഇത് മറ്റേ ഓൺ ടു ആണോ? പക്ഷെ ആയിട്ടില്ല. നമ്മൾ വേറൊരു വാല്യൂ കൂടെ കൊടുത്തു നോക്കുക. 4 കൊടുത്തു, 3 കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ 2 കൊടുത്തു നോക്കുക. 3 കൂടെ കൊടുത്തു നോക്കൂ. y = 3 കൊടുത്തു. അപ്പോൾ റൂട്ട് വൈ എന്തായിരിക്കും? √3 ആവും. മനസ്സിലായോ? റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ √3 ആവും. √3 രണ്ട് വാല്യൂസ് ഉണ്ട്. പ്ലസ് ഓഫ് റൂട്ട് വൈയും മൈനസ് ഓഫ് റൂട്ട് വൈയും ഉണ്ട്. പ്ലസ് ഓഫ് റൂട്ട് വൈ എന്താവും? പ്ലസ് ഓഫ് √3 ആവും. മൈനസ് ഓഫ് റൂട്ട് വൈ എന്താവും? മൈനസ് ഓഫ് റൂട്ട് വൈ. അപ്പോൾ -√3 +√3 രണ്ട് വാല്യൂസ് വരും. ഈ വാല്യൂസ് അതിലുണ്ടോ നോക്കൂ. എക്സ് വാല്യൂ ആയിട്ട് ഇത് ഇവിടെ കൊടുത്താൽ ഈ വാല്യൂ എക്സ് ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ +√3 വരും, -√3 വരും. +√3 എന്നുള്ള വാല്യൂ ഉണ്ടോ സെഡിൽ? ഇല്ല. -√3 കാര്യം നോക്കിയേ വേണ്ട. പിന്നെ +√3 തന്നെ അല്ലല്ലോ. √3 എന്നുള്ള സംഖ്യ ഇറാഷണൽ നമ്പറാണ്. അത് റിയൽ നമ്പർ സിസ്റ്റം അത് ഉണ്ടാവും. പക്ഷേ ഇത് റിയൽ നമ്പർ സിസ്റ്റം അല്ല. ഇത് ഏതാ? ഡൊമെയിനിൽ ഉണ്ടോ നോക്കണം. ഡൊമെയിലാണ് എക്സ് വാല്യൂ, ഡൊമെയിനിലാണ് വരിക. അപ്പോൾ എക്സ് വാല്യൂ എവിടെ നോക്കണ്ടേ? ഡൊമെയിനിൽ നോക്കണം. ഡൊമെയിൻ Z ആണ്. എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് എഫ് ആണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഡൊമെയിനിൽ ഉണ്ടാവില്ലല്ലോ. √3 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടാവില്ല. കാരണം ഇറാഷണലാണ്. ആ സംഖ്യ ഇല്ല. ഏതിൽ? സെഡിലില്ല. സെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു സെഡ് ഡൊമെയിൻ ഓഫ് എഫ്. ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് എഫ് ആണ് തെളിയിക്കേണ്ടത്. പക്ഷേ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു സെഡ്. എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ഡൊമെയിൻ ഓഫ് എഫ് ആ വന്നത്. അപ്പോൾ എന്താണർത്ഥം? അത് അംഗമല്ല, ഡൊമെയിനിലെ അംഗമല്ല എന്നാണ് അർത്ഥം. Therefore F is not surjective. F സർജക്റ്റീവ് അല്ല എന്ന് തെളിഞ്ഞു.